ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സജസ്റ്റഡ് ടോപ്പിക് ആയിരുന്നു. കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ളത് അവർ നിങ്ങളെ ചതിക്കുകയാണോ എന്നുള്ളതാണ്. അതോ ആള് നിങ്ങളുടെ അടുത്ത് ജെന്യൂൻ ആയിട്ടാണോ നിന്നിട്ടുള്ളത്? നമുക്ക് നോക്കാം. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. സോ അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. DM ചെയ്താൽ മതി. നിങ്ങൾ കോൾ ചെയ്യേണ്ട. നമ്മൾ കോൾ യൂഷ്വലി അറ്റൻഡ് ചെയ്യാറില്ല, ബിക്കോസ് ഒത്തിരി കോൾസുകൾ വരാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ഞാനത് കേട്ടിട്ട് റിപ്ലൈ തരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മെമ്മറീസ്, ആ ഒരു മൊമെന്റ്സ് ഒക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ അവരുടെ പേരും നിങ്ങളുടെ പേരും ചേർത്ത് 3 times പറയുക. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. ഈ ഒരു കാർഡ് കൊണ്ട് ചെക്ക് ചെയ്യാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ ഇൻ്റർവ്യൂ Please guide me, universe. എൻ്റെ വ്യൂവേഴ്സിന്റെ പേഴ്സൺ ചതിക്കുകയാണ്. കുറെ കാർഡ്സുകൾ ഇങ്ങനെ തെറിച്ച് വീണിട്ടുണ്ട്. 3 of Swords, King of Coins, Queen of Clouds, and the Devil. ഫസ്റ്റില് നമുക്ക് സയൻസ് നോക്കാം. സയൻസിൽ ഇവിടെ വന്നിട്ടുള്ളത് ജെമിനി, ലിബ്ര, അക്വേരിയസ് സൈൻ ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, എയർ സൈനും എർത്ത് സൈനും. പിന്നെ ലിറ്റിൽ ബിറ്റ് നമുക്ക് ബോട്ടം എനർജീസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം കാർഡിയം ഫുൾ ഷഫിൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ബോട്ടം എനർജീസ് പറയുന്നില്ല. ബട്ട് പ്രോമിനന്റ് ആയിട്ട് ഇവിടെ എയർ സൈൻ ആണുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇവിടെ വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ ഈ ഒരു എനർജീസ് നോക്കുന്നുള്ളത് ഇത് കുറച്ച് മേ ബി അത് എത്രമാത്രം റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഡീൽ ചെയ്യുന്ന വ്യക്തി ഇവിടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബെനിഫിറ്റ് ഉള്ളിടത്ത് മാത്രമേ ഈ ഒരു വ്യക്തി നിൽക്കത്തുള്ളൂ. ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ ബെനിഫിറ്റ് ഇല്ല, അവർക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളിപ്പം ഈ ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട് ഇവരുടെ ഈ ഒരു എനർജിയിൽ. കാരണം എത്രയും കരുതിയിട്ടാണ് നിങ്ങൾ പലപ്പോഴും പൈസ ഒക്കെ കൊടുത്തിട്ടാണെങ്കിലും ഈ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, കാരണം ഇയാൾക്ക് ഫാമിലി ഉണ്ടാവാം. ഓക്കെ, മാരീഡ് പേഴ്സണുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്തത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ഒത്തിരി അധികം ട്രോമാസിലും കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒത്തിരി അധികം പെയിൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ആയിരിക്കും ഒരു ആശ്വാസം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു ചെറിയൊരു ആശ്വാസം എന്ന് വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി ആയിരിക്കാം. അപ്പം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ഒരു ആശ്വാസമായി മാറി. ഇവർ നിങ്ങൾ അത്രമാത്രം ഒരു ഹസ്ബൻഡിനെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ഇവരെ നോക്കിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ ഒരു മനസ്സിലുണ്ടാവുമല്ലോ നമ്മുടെ ഹസ്ബൻഡിന്റെ എനർജീസ്, ഹസ്ബൻഡിന്റെ പാർട്ണർ ആയിരിക്കേണ്ട വ്യക്തി ഇന്ന ക്യാരക്ടറിലുള്ളതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ ലൈഫ് പാർട്ണർ അങ്ങനെ ഒരാളായിരിക്കില്ല. പക്ഷെ ഈ ഒരു വ്യക്തിയെ കണ്ടപ്പം എക്സാക്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിക്കുള്ള ഒരു ലൈഫ് പാർട്ണറിന്റെ എല്ലാ ക്വാളിറ്റീസും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം.
നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിക്ക് എടുത്തോളൂ കേട്ടോ. രണ്ടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയിപ്പം, അതുകൊണ്ടാണ്. ഓക്കെ, ആ ഒരു എനർജീസ് ഫ്രം നിങ്ങളുടെ ഈ ഒരു കണക്ഷന്റെ ബിഗിനിങ് ടു എൻഡ് എനർജീസ്, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു എനർജീസ് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് തുടക്കം വളരെയധികം ഈ ഒരു വ്യക്തി കിങ് ഓഫ് കോയിൻസിന്റെ എനർജിയിൽ നിന്നിട്ടുണ്ട്. പക്ഷെ ഒടുക്കം എന്നുള്ള ഒരു എനർജിയിൽ ഒരു ഡെവിളിന്റെ എനർജിയിലാണ് നിന്നിട്ടുള്ളത്. വളരെ ടോക്സിക് ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുക, വളരെ ടോക്സിക് ആയിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുക, എന്ത് തോന്നുന്നതൊക്കെ അങ്ങ് വിളിച്ചു പറയുക. അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുമെന്ന് അറിയാണ്ട് പോലും വീണ്ടും നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുക, നിങ്ങളെ ബഹുമാനം ഇല്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസ്. അതാണ് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഫീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം നിങ്ങൾ ഒത്തിരി അധികം കുഴച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി, ഈ ഒരു കണക്ഷനെ, അല്ലെങ്കിൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങളോടൊരു ചോദ്യം പോലെ വന്നിട്ടുണ്ടാവും, ശരിക്കും എന്താ ഈ ഒരു കണക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഈ ഒരു കണക്ഷനിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവന്നു പോലും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. അതൊരു ഫെമിനൻ എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ട്, സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കണം മേ ബി ഇവിടെ തേർഡ് പാർട്ടി എടുത്ത ആയിരിക്കും ആൾക്ക് ബെനിഫിറ്റ് ഫീൽ ചെയ്യുന്നത്. അതിപ്പോ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ വൈഫ് ആവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം. സോ തേർഡ് പാർട്ടി എന്തും ആവാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് തേർഡ് പാർട്ടി എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കുള്ള എന്തെങ്കിലും അഡിക്ഷൻസ് ആവാം നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, വളരെയധികം ഡ്രഗ് അഡിക്ഷൻസോ അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻസോ, സോ അങ്ങനത്തെ ഒരു എനർജി. പിന്നെ ഇവരുടെ ക്യാരക്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ വിചാരിക്കുന്ന ഒരു കാര്യം, എന്റെ ഡെസ്റ്റിനിയെ ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. അപ്പം ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു പലപ്പോഴും സിറ്റുവേഷൻസിനെയൊക്കെ കൂടുതലായിട്ടും വഷളായി ചിന്തിക്കുന്ന ഒരു എനർജീസ് ആണ്. കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുക, മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകും. ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ പ്രസന്റിൽ ഉള്ള ആള് ജീവിക്കുന്നുള്ളത് ഇനി ഫ്യൂച്ചർ എനർജീസിലാണ്. അതിന്റെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു എനർജി, എന്ത് സംഭവിക്കും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്താണ് ആള് മുന്നോട്ടേക്ക് പോകുന്നത്. സോ അങ്ങനത്തെ ഒരു എനർജീസും എനിക്ക് ഇവിടെ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ 15 ഇമ്പോർട്ടന്റ് ആണ്, ദെൻ 13 ഇമ്പോർട്ടന്റ് ആണ്, 3 ഇമ്പോർട്ടന്റ് ആണ്, 6 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ട്, തൊണ്ടയിൽ ഇങ്ങനെ കവർന്നിട്ട്. പ്ലീസ് കഴിഞ്ഞ ടെമ്പറൻസിന്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്റ്റാർ, ദി സ്റ്റാർ. ഫോർ സം ഓഫ് യു ഇവിടെ നിങ്ങൾ ഹീലർ ആണ്. ഹീലർ ആയിരിക്കാം, നിങ്ങൾ രേഖി പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ ഫീൽഡിലായിരിക്കും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാവാം, എന്നോട് സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് വല്ലാത്തൊരു ഹീലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. ഒരു ഹീലിംഗ് എനർജി നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും, പല സിറ്റുവേഷൻസിലും, ഒരു ബേർഡൻസിന്റെ എനർജിയിലൊക്കെ ഞാൻ ഇതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. Page of Wands. Why here is divine? Devil, the viewers and the person and the viewer. So the person and the viewers in the Sadhikana. King of Cups. The recommendation. See,
ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിങ്ങളോട് ഒത്തിരി അധികം സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ട്, ഒത്തിരി അധികം സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്നുള്ള ഒരു എനർജി. ബട്ട് ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇവർ ഇമോഷണൽ മെച്യൂരിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങളോട് ഇതും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ വ്യക്തി, ഇപ്പൊ നിനക്ക് ഈ സിറ്റുവേഷൻസ് ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിലല്ല ഉള്ളത്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതല്ലാതെ നമുക്കതിലൊന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് നീ നിന്റെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് നീ ഓരോ കാര്യങ്ങളും പറ, ഓരോ കാര്യങ്ങളും കാണിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ ഒരു വ്യക്തി വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജിയിൽ, അതായത് ഇമോഷണലി കൺട്രോളിങ് ആയിട്ടുള്ള ഒരു എനർജീസിൽ ഈ ഒരു വ്യക്തി ഇവിടെ നിന്നിട്ടുണ്ടാവും, ഇമോഷണൽ മെച്യൂരിറ്റിയുടെ എനർജി. ഓക്കെ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജീസ് ആണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഈ ഒരു വ്യക്തിയോട് നിങ്ങളോട് കമ്പാഷൻ ഉണ്ട്, നമ്മൾ പറയില്ലേ, നിങ്ങളോട് സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിൽ എന്നാലും ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെ ഈ ഒരു ടോക്സിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻസ്, എക്സാക്ട് എന്താണ് സിറ്റുവേഷൻസ് എന്ന്. മേ ബി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വ്യക്തി തീരുമാനിച്ച് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വഴിയാണിത്. നിങ്ങളെ ടോക്സിക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കുറച്ച് ഇമോഷണൽ മെച്യൂരിറ്റിയിൽ വരും, കുറച്ച് ബാലൻസ്ഡ് ആകും എന്നുള്ള ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി വന്നത് അങ്ങനെയാണ്. അങ്ങനെ ചിന്തിച്ച് ഈ ഒരു വ്യക്തി ഈ ഒരു എനർജിയിലേക്ക് മാറിയിട്ടുള്ളതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ സയൻസ് നോക്കുവാണെങ്കിൽ ലിബ്ര, സ്കോർപിയോ എനർജീസ് ആണ്. സോ പലപ്പോഴും നിങ്ങളോട് വളരെ ടോക്സിക് ആയിട്ടുള്ള വെയിൽ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു, അങ്ങനെ ആ ഒരു രീതിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോർ സം ഓഫ് എനിക്ക് തോന്നുന്നു ഇവിടെ ഇമെയിൽ വഴി നിങ്ങൾ മെസ്സേജ് അയച്ച് ഇവരോട് സംസാരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന്, ബട്ട് എനിക്ക് ഇൻഡ്യൂഷൻ അങ്ങനെ പറയുന്നു. Why here is Queen of Swords, Divine, Universe, please guide me. Give me a clarity. Why here is Queen of Swords? Oh God. 1 minute. ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. ലാസ്റ്റ് ടൈം നിങ്ങൾ ടോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ അടുത്ത്. എങ്ങനെ ടോക്ക് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും വളരെയധികം വളരെയധികം ഒത്തിരി ദേഷ്യം വന്നിട്ടുണ്ടാവും ഇവരുടെ ഈ ഒരു ബിഹേവിയർ, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും വെച്ചിട്ട്. സോ അപ്പം നിങ്ങളും വളരെ റൂഡായിട്ട് ഈ ഒരു വ്യക്തിയോട് ടോക്ക് ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ടൈം റൂഡായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ മനസ്സിലൊന്നും ഉള്ളത് കൊണ്ടൊന്നുമല്ല, കാരണം നിങ്ങൾ മടുത്തു. ഓക്കെ, ശരിക്കും നിങ്ങൾ മടുത്തു, നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഇതും ഫീൽ ആയിട്ടുണ്ട്, ഈ ഒരു കണക്ഷൻ ഇനി യാതൊരു തരത്തിലുള്ള ഒരു ഫ്യൂച്ചറും ഇല്ല, ഇനി ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോവുകയില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ചില തിരിച്ചറിവുകൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഫൈനലി നമ്മൾ ഡിസ്കവർ ചെയ്യുന്നു പല കാര്യങ്ങളും. കുറെ കാലം നമ്മളൊരു കണക്ഷനിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിരിക്കുമല്ലോ ചില റിയലൈസേഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ പലരും ഇവിടെ പ്ലാനിങ് ഒക്കെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പലരും പല കാര്യങ്ങളും പ്ലാൻ ചെയ്തൊക്കെ ആയിരിക്കും, കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്ത് പ്ലാൻ ചെയ്തായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയോട് പറയുന്നുണ്ടാവുക. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ലാസ്റ്റ് ടൈം വരെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾ ഒത്തിരി അധികം ഡൗൺ ആയിരുന്നു, ടയേർഡ് ആയിരുന്നു. ശരിക്കും നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി വേണം, എന്താണ് ഈ എക്സാക്ട് ഈ ഒരു കണക്ഷനിൽ ഈ ഒരു വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഒരു ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിലൂടെ. ബട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. ഇവർ യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റീസും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. Why here is King of Coins, Divine? Please guide me, universe, angels, Divine, please guide me. ഞാൻ ഒരിക്കലും പറയത്തില്ല ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള ഒരു എനർജി, കാരണം ഇവർ നിങ്ങളെ ചതിക്കുന്ന ഒരു എനർജീസ് ഒന്നും നമുക്ക് ഇവിടെ കാണാനായിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു കാഴ്ച ഇവിടെ വന്നിട്ടില്ല.
പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഫാമിലി ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ റിലീജിയസ് ഫാക്ടർ ആവാം, എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഒരു വാക്ക് തരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ന് പറയുന്നത് കിങ് ഓഫ് പെന്റിക്കിൾ ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഒക്കെ എപ്പോഴും എന്താ, സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ്, ഫാമിലി ഓറിയന്റഡ് പേഴ്സൺ ആണ്. ഇവർക്ക് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കിങ് ഓഫ് കോയിൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അത്രമാത്രം ആഴ്ന്നിറങ്ങിയിട്ടുള്ള അല്ലെ വേരൂന്നിട്ടുള്ള ഒരു എനർജിയാണ് ഫാമിലിയുടെ. ഈ ഒരു ജന്മം ഇങ്ങനെയുള്ള ആളുകൾ ജനിക്കുന്നത് പോലും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ആണ്, സ്റ്റേബിൾ ആണ്, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഫാമിലി ഹാപ്പി ആയിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ട് എന്തോരം ബേർഡൻസ് വേണമെങ്കിലും ഒരു വ്യക്തി ഇവരുടെ മേലെ എടുത്തു വെക്കുന്നതിന് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഭയങ്കരമായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ സ്നേഹമോ കെയറോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം പ്രാക്ടിക്കൽ ആണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആണ്. ഇമോഷണൽ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക്, നമ്മൾ പലപ്പോഴും ഇമോഷണൽ ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് റിയാലിറ്റി കാണാൻ പറ്റത്തില്ല. എക്സാക്ട് സിറ്റുവേഷൻസ് മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും ഇമോഷണൽ ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കുറ്റമായിട്ട് ഞാൻ പറയല്ല, പക്ഷെ എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവണം. അപ്പൊ മേ ബി നിങ്ങൾക്കും ഫാമിലീസ് ഉണ്ടാവാം, ഈ ഒരു വ്യക്തിക്ക് ഫാമിലി ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഫാമിലി ഉണ്ട്, നിങ്ങൾക്ക് ഫാമിലി ഇല്ലായിരിക്കാം. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു എനർജീസ് ആണ്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒത്തിരി അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഫാമിലിയുടെ. സോ അപ്പം അങ്ങനെ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റീസിനെ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിറങ്ങാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റാത്തൊരു എനർജി ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുന്നുണ്ടാവില്ല, ഇവർ ആക്ഷൻസ് എടുക്കുന്നുണ്ടാവില്ല. സോ ആ ഒരു എനർജി കൊണ്ടായിരിക്കാം പലപ്പോഴും ഇവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, ഇഷ്ടമല്ല, അഴികൊന്നുമില്ല. ബട്ട് ഈ ഒരു ടൈം നിങ്ങളുടെ കണക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഓക്കെ, സ്നേഹം ഇല്ലാഴികൊന്നുമില്ല, ഓവർഫ്ലോയിങ് ഓഫ് ലവ്, ഒത്തിരി അധികം സ്നേഹം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഒത്തിരി അധികം സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എന്തിനല്ലത് എക്സ്പ്രസ് ചെയ്യാനുള്ളതല്ലേന്ന്. പക്ഷെ നമ്മൾ ഇപ്പം എക്സ്പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവണം. പക്ഷെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. അതിൽ നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഒത്തിരി അധികം ഇമോഷണലി ഡിപ്പെൻഡഡ് ആണ്, കോ ഡിപ്പെൻഡന്റ് എനർജീസിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുള്ളത്. ഒരു അഡിക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇവരോട്, മനസ്സിലായി. അപ്പം ആ ഒരു എനർജിയിൽ നിന്ന് ഈ ഒരു വ്യക്തി റിലീസ് ആയിട്ടുണ്ട്. ഇവര് കുറച്ച് മെച്യൂർ ആയിട്ടാണ് ചിന്തിക്കുന്ന പല കാര്യങ്ങളും. നിങ്ങൾ വളരെയധികം നിങ്ങൾ ഒത്തിരി പ്രായമുള്ള ഒരാളാണെങ്കിലും, അല്ലെ നിങ്ങൾ മാരിറ്റൽ എന്ത് തരത്തിലുള്ള റിലേഷൻ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ പ്രായം എന്ന് പറഞ്ഞാലും ചിലർക്ക് ഒരു മെച്യൂരിറ്റി ഉണ്ടാവത്തില്ല. റിലേഷൻഷിപ്പിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. എന്റെ പേഴ്സൺ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. കൂടെ ഇവർക്ക് അവരുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇമ്പോർട്ടന്റ് ആണ്, വൈഫ് ഉണ്ടെങ്കിൽ വൈഫ് ഇമ്പോർട്ടന്റ് ആണ്, പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ ഇമ്പോർട്ടന്റ് ആണ്, അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛനും അമ്മയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു എനർജീസ് ആണ്. അല്ലാതെ നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടിരുന്ന് ആ ഒരു എനർജി അല്ല. ആൾക്ക് ഇഷ്ടമാണ്, ഒത്തിരി അധികം ഇഷ്ടമുണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തിന്, അതായത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇഷ്ടത്തിനെ പോലും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസിന് ഉടമയാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഉടമയാണ് നിങ്ങളുടെ പേഴ്സൺ. മേ ബി കുഞ്ഞിലേ മുതലേ ഇയാൾ ഇങ്ങനെ കണ്ടു വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം. ഇവരുടെ ഫാദറും അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം ഇങ്ങനെ ഫാമിലിയെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്ത് അങ്ങനെ വരുന്ന ഒരു എനർജീസ് ആവാം. അപ്പൊ അങ്ങനെ കണ്ടു വളർന്നിട്ടുള്ള വളരെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു വ്യക്തിയിൽ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി അത് ഫോളോ ചെയ്ത് പോകാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ. Why he is Ace of Swords. നിങ്ങൾ ഈ ഒരു ടൈമിൽ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ കുറിച്ച് എന്തിനാ എന്നെ മാനിപ്പുലേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നെ പറ്റിച്ചത്, എന്തിനാ എന്നെ യൂസ് ചെയ്തത് എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്. ശരിക്കും നിങ്ങളെ ഈ ഒരു വ്യക്തി യൂസ് ചെയ്തു, നിങ്ങളെ ഇവര് പറ്റിച്ചു, അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുള്ളത്. ശരിക്കും അങ്ങനെ ഒരു 100 കണക്കിന് ചോദ്യങ്ങൾ കുറെ, നമ്മൾ പറയില്ല ഊരാ കുടുക്കെന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു കുറെ കുരുക്കുകളാണ്
പക്ഷെ ഒരു സോഴ്സ് ഉണ്ട്. ആ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളുടെ മൈൻഡിലുള്ള ഇത്രയും ടെൻഷൻസും ബേർഡൻസിന്റെയും ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അധികം നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത്. സോ ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇയാൾ എന്നെ ചീറ്റ് ചെയ്തു, എന്നോട് നുണ പറഞ്ഞു, എന്നെ കളിപ്പിച്ചു, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് ഇയാളുടെ സിറ്റുവേഷൻസ് ആണ്, അല്ലാതെ നിങ്ങളെ ഇവർ ചതിച്ചിട്ടൊന്നുമില്ല. ഇവർക്ക് നല്ല സ്നേഹമുണ്ട് നിങ്ങളോട്. ഇപ്പൊ നമുക്ക് സ്നേഹം എന്ന് പറയുന്നത്, നമ്മളെ എപ്പോഴും ഒരു പാർട്ണറിന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നുള്ളത്. ഫോർ മീ, ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കി ഒരു ബാലൻസിൽ നിൽക്കാൻ ശ്രമിക്കണം. നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും. പിന്നെ എപ്പോഴും സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും അതിനെ നമുക്ക് പിടിച്ചു വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങാനായിട്ടോ അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ഒരു കണ്ടീഷനിങ്ങിന്റെ എനർജിയിൽ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിപ്പോ എന്തും മനസ്സറിഞ്ഞ് തരുമ്പോഴാണ് ഒരു ഭംഗിയുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എനർജി, നിങ്ങളൊരു ബാലൻസിങ് എനർജി, ഇവിടെ ബാലൻസിന്റെ എനർജീസ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ്. എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് ഇല്ലാത്തത്? നിങ്ങളുടെ പേഴ്സണൽ സങ്കടമുണ്ട്. കാരണം ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ജെനുവിൻ ആയിട്ട് ഒരു വ്യക്തിക്ക് നിന്നിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഒരിക്കലും സിറ്റുവേഷൻസ്, എനിക്ക് തോന്നുന്നു ഇവിടെ എന്തൊക്കെ വലിയ സിറ്റുവേഷൻസ് എന്തോ ഉണ്ട് ഇവിടെ. മേ ബി ഇത് ഫാമിലി ഇഷ്യൂസ് ആവാം, എന്തെങ്കിലും പ്രോബ്ലംസ് ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു വ്യക്തി ഇട്ടിട്ട് പോയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവർക്കറിയാം ഇനി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടി ശരിക്കും അങ്ങ് മൊത്തത്തിൽ നിങ്ങൾ ഓൾറെഡി ഇവരും കൂടി ഒന്ന് വന്ന് നിങ്ങളുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഡൗൺ ആയി മൊത്തം കുളമാവും. അപ്പം ആ ഒരു എനർജി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഒരാളെങ്കിലും ഒരു ബാലൻസിങ്ങിന്റെ എനർജിയിൽ നിൽക്കണ്ടേ എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നുള്ളത് കേട്ടോ. ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് കൊണ്ടിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാത്തത് എന്നുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്കുണ്ട്. അത് മാത്രമല്ല നിങ്ങളെ ഒത്തിരി ഹേർട്ട് ചെയ്യാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഇവരുടെ എന്തെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഇവർക്കറിയാം നിങ്ങൾ എത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം നിങ്ങൾ ഇവരെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. എത്രമാത്രം സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് നിൽക്കാനും നിങ്ങളുടെ ആ ഒരു സ്നേഹം, ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം, ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു എനർജിക്ക് ഈ ഒരു വ്യക്തിക്ക് അറിയാം. ബട്ട് ഇനി നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ട് കണക്ട് ആവാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും കൂടുതൽ സങ്കടമാകും എന്നുള്ള ഒരു എനർജിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ഒരു വ്യക്തി ശരിയാണ്, ഒത്തിരി അധികം നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളും നെഗറ്റീവ് ആയിട്ടാണ് തിങ്ക് ചെയ്യുന്നുള്ളത്. നമുക്കത് ഇവിടെ ഫീൽ, നിങ്ങൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ചിലരുടെയൊക്കെ മൈൻഡിൽ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കണക്ഷൻ എത്രയോ നന്നായിട്ട് പോയതാണ്, ഇനി ഇവിടെ ആരെങ്കിലും ബ്ലാക്ക് മാജിക് വല്ലതും ചെയ്തോ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, why here is temperance, three of swords. ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വ്യക്തി വളരെയധികം ഹേർട്ടാണ്, ഒത്തിരി അധികം ഹേർട്ടാണ്. നമുക്കതിവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ അപ്സെറ്റിന്റെ ഒരു എനർജി, എന്താ പറയാ, അത് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ എനർജീസും ഈ ഒരു ത്രീ ഓഫ് സോൾസിൽ എനിക്ക് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റിച്ചിട്ട് പോയി ആ ഒരു എനർജി തന്നെ നിങ്ങളുടെ മൈൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരാളെ പറ്റിച്ചു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് മുന്നോട്ടുള്ള സിറ്റുവേഷൻസ് നോക്കുമ്പോഴും. ഇപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ശരിക്കും സിറ്റുവേഷൻസിനെ എന്താന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ്. ഓക്കെ, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്ന എന്തുകൊണ്ടാ, നമുക്ക്
ആ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ ബാലൻസിങ് എനർജിയിൽ വരും. അങ്ങനെയാണ് നമ്മൾ എന്താ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ട്, ഏറ്റവും കൂടുതൽ അത് വേണം, ആ ഒരു കണക്ഷൻ അല്ലെ, ആ ഒരു എനർജി, ആ ഒരാൾ നമ്മുടെ ലൈഫിൽ നിൽക്കണമെന്ന് നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും നമുക്ക് മറ്റുള്ളവരുടെ എനർജിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജീസ് ആണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവർ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. കാരണം എനർജീസിന്റെ ഇവിടെ വന്നിട്ട് കിങ് ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സും ആണ്. ഏസ് ഓഫ് കപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏസ് ഓഫ് കപ്സ് മീൻസ് ലോട്ട് ഓഫ് ലവ്, അതായത് ഓവർഫ്ലോയിങ് ഓഫ് ലവിന്റെ ഡിവൈൻ ലവിനെയാണ് ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നുള്ളത്. ഓക്കെ, നിങ്ങളൊന്ന് ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ഒന്ന് മൈൻഡ് കൂൾ ആക്കിയിട്ട് നിങ്ങളൊന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ശരിക്കും എക്സാക്ട് നിങ്ങളുടെ കണക്ഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ അങ്ങോളം ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. പലപ്പോഴും നമ്മൾ ആളുകളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കാതെ നമ്മൾ അവരെ അതും ഇതും പറയുന്ന ടൈമിൽ ഒരു ഒത്തിരി അധികം ഹേർട്ട് ആവുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങൾ അതുപോലെ എന്തെങ്കിലും വേർഡ്സുകൾ പറഞ്ഞിട്ട്, കാരണം ക്യൂൺ ഓഫ് സോൾസിന്റെ എനർജീസ് ആണ്. സോ പറയുന്ന പല കാര്യങ്ങളും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാവും. ഓക്കെ, ബന്ധങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരാൾ നമ്മളുമായിട്ട് കണക്ട് ആവാതിരുന്ന അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ അവരെ ചേസ് ചെയ്ത് പ്ലീസ് 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 മിന്റ് ആ ഒരു എനർജി കാര്യമില്ല. സ്പേസ് കൊടുക്കുക ഒരാൾക്ക്. പിന്നെ എല്ലാവരുടെയും ക്യാരക്ടർ ഡിഫറെന്റ് ആണ്. ഞാൻ പറയുന്നത് പോലെ ഗൈഡ് ചെയ്യുന്നത് പോലെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഞാൻ ബാലൻസ്ഡ് ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളത്. അങ്ങനെ അല്ലാത്തവരുടെ കാര്യത്തിൽ നമുക്ക് അവര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടാവും. കാരണം കോ ഡിപ്പെൻഡൻസി, ഇവിടെ ഡെവിലിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഇമോഷണൽ കോ ഡിപ്പെൻഡൻസി ഉണ്ട്. ഫോർ സം ഓഫ് യു, വളരെ റെയർ കേസസ് ആണ് ഇവിടെ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിക്കുള്ള ഓപ്ഷൻസ് ആവാം. വളരെ റെയർ കേസസ് ആണ് തേർഡ് പാർട്ടി ഇവർക്കുള്ള ഓപ്ഷൻസ് ആവാം. ഈ ഒരു വ്യക്തി ഇവിടെ ടു ഓഫ് കപ്സും ലവേഴ്സും ഒക്കെയാണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ? എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇവിടെ ഡിഫറൻസസ് ആണ് കാണുന്നത്. ലവേഴ്സ് കാർഡ് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓപ്ഷൻ എന്നുള്ള ഒരു എനർജി മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. ലിറ്റിൽ ബിറ്റ് ആ ഒരു എനർജീസും ഉണ്ട്. ബട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ട്. ഫാമിലി ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇവര് കിങ് ഓഫ് പെന്റിക്കിൾ ആണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളാണ് ഇവര്. ട്രഡീഷണൽ ആയിട്ട് ജീവിക്കുന്ന ഫാമിലി ആയിരിക്കാം ഇവര്. ചിലരൊക്കെ ആയിരിക്കും ഓർത്തഡോക്സ് ആയിട്ട് വരുന്നത്. ചിലർ ഇപ്പോഴും ഒരു എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൽ ഓരോരുത്തരുടെ ബിലീഫ് കാര്യങ്ങളൊക്കെയാണ്. സോ സിറ്റുവേഷൻസ്, ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്താണോ ചെയ്തത് അതിൽ റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രഷൻ എന്നുള്ള ഒരു എനർജീസിൽ നമ്മൾ പറയത്തില്ല, നമ്മൾ ഇന്റൻഷനലി ഒരാളെ ഹേർട്ട് ചെയ്യുകയാണ്, നമുക്കതൊരു റിഗ്രറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. കാരണം നമ്മൾ അവരെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്ത് എന്താ പറയാ, നമ്മളുടെ സിറ്റുവേഷൻസ് കൊണ്ടാവാം, എന്താണെങ്കിലും കൊള്ളാം. റിഗ്രഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ അത്രയ്ക്കും സ്നേഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ആ ഒരു വ്യക്തിനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ഗോസ്റ്റ് ചെയ്ത് എന്നുള്ള ഒരു എനർജി വരുമ്പോഴായിരിക്കും നമുക്ക് റിഗ്രഷൻ ഉണ്ടാകുന്നത്. അല്ലാതെ ഇമോഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു റിഗ്രഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, അങ്ങനെയാണ് റിഗ്രഷന്റെ കാര്യം. കർമ്മ പറയുന്ന പോലെ അവർക്ക് നിങ്ങളോട് ചെയ്തതിന്റെ റിഗ്രഷൻ നല്ല രീതിക്കുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഇവർക്ക് പിന്നെ ഇതൊന്നും ഈ ഒരു കണക്ഷനിൽ ചെയ്യാനായിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്രമാത്രം നിങ്ങളുടെ കണക്ഷനിൽ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവാം. അത്രയ്ക്കും റോങ് ആയിട്ടുള്ള ഒരു രീതിക്ക് എന്തെങ്കിലും നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം, ആ ഒരു വ്യക്തിയും പറഞ്ഞിട്ടുണ്ടാവാം. സോ അപ്പം ശരിക്കും അയാൾ തോറ്റുപോയി എന്നുള്ള ഒരു എനർജി ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇനി അതിൽ സ്റ്റക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല, ജസ്റ്റ് മൂവ് ഓൺ ചെയ്യണം എന്നുള്ള ഒരു എനർജിയിലാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ എനർജി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അവരുടെ എനർജീസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ആവാനാണ് സാധ്യത. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇയാൾ എന്നെ പറ്റിച്ചിട്ട് പോയി, ശരിക്കും ഞാൻ എടുത്തിട്ടുള്ള എഫോർട്ടും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ബിഗ് സീറോ എന്നുള്ള ഒരു എനർജിയിലേക്കായി. അയാൾ എന്നെ പറ്റിച്ചു, ഇനി ഈ ഒരു കണക്ഷനിൽ നിൽക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഹോപ്പും ഇല്ല, എനിക്ക് പറ്റിയിട്ടുള്ളതെല്ലാം പറ്റുകളാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ എന്റെ കാര്യം നോക്കുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, ഈ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു എനർജിയിലേക്കും വന്നിട്ടുണ്ടാവാം. ബിക്കോസ് ഇവിടെ സെപ്പറേഷൻ വളരെ ലോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏസ് ഓഫ് കപ്സിന്റെ എനർജീസ് ഇവിടെ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഒരു അഡിക്ഷൻ ഉണ്ട്, ഇവർക്ക് നിങ്ങളോട് ഒത്തിരി അധികം, പക്ഷെ ഇവരത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ്. ബട്ട് ഇത് നോക്കി ഡെവിളിന്റെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുള്ളത് 7 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു അഡിക്ഷൻ സെയിം ആയിട്ടുണ്ട്, പക്ഷെ എങ്കിൽ ഇവർ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് സെൽഫ് ഡിഫൻസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സെൽഫ് ഡിഫൻസിന്റെ എനർജീസ് ആണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. ദെൻ ഹിയർ ഈസ് 9 ഓഫ് വാൻഡ്സ് ഡിവൈൻ. റീഡിങ് ഒത്തിരി ലോങ് ആയിട്ടുണ്ട്. റീഡിങ് എപ്പോഴും ഫുൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് കേട്ടോ. സോറി, അവിടെ പട്ടി കുറയ്ക്കുകയാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഓക്കെ, 10 ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. ഇവർക്ക് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇവർക്ക് നിങ്ങളുമായിട്ട്, നിങ്ങൾ മാരീഡ് അല്ല സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ സിറ്റുവേഷൻസ് ഒക്കെ കുറെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം, ഫാമിലി ഡിഫറൻസസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ വളരെ സഡൻ തന്നെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യത നമുക്കിവിടെ കാണുന്നുണ്ട്. നമ്മൾ അതല്ലായിരുന്നു ചോദ്യം, പക്ഷെ ഇവിടെ റീകോൺസിലേഷനുള്ള പോസിബിലിറ്റീസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു റീകോൺസിലേഷൻ എന്നുള്ള ഒരു എനർജിയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളോട് നമ്മളുടെ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവും. ഇവരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം, കാരണം അതും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കറന്റ് എനർജീസും കൂടി ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. ദെൻ അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.